ഐ എം എ ഡോക്ടർ. കുറച്ച് വഴി തരൂ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തോടെ ഇത്? ശ്വാസം മുട്ടുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ കാണിട്ടാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. പുല്ലടാ നിനക്കൊന്ന് കണ്ണു കാണാൻ മേല. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഇഡിയറ്റ്. അയ്യോ എന്റെ കാല്. അയാൾ നമ്മളെ തള്ളിയിട്ടിട്ട് ചീത്ത വിളിക്കുന്ന എന്തിന്? സോറി. ബെസ്റ്റ് തുടക്കം. തോമസ് കുട്ടിയുടെ പെണ്ണ് കാണൽ ചടങ്ങാണിത്. ഇത്രയും നാൾ ഒറ്റയാനെ പോലെ നടന്ന ഇയാൾ ഇപ്പോൾ കൂട്ടിനായി കണ്ടെത്തിയിരിക്കുന്നതും ഒരു അനാഥ പെൺകുട്ടിയാണ്. ഞാൻ ഇവന്റെ പള്ളി പണ്ട് കൊച്ചച്ഛനായി വന്ന കൊല്ലം ഇവന്റെ അമ്മ ദൈവസന്നിധിയിലേക്ക് പോയി. പിന്നെ ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വികാരിയച്ഛനായി വന്ന് ചാർജ് എടുത്ത കൊല്ലം ഇവന്റെ അപ്പൻ ഫിലിപ്പോസ് ചേട്ടനും പോയി. ഇനിയിപ്പോ ആ കുടുംബത്തിൽ ഇവൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇത്തവണ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്നതിന് മുമ്പ് ഇവന്റെ കാര്യമൊന്ന് ശരിയാക്കണം. അല്ല അച്ഛൻ എന്തുവാ ഈ പറഞ്ഞു വരുന്നേ? എടോ, ഇനി ഇവനൊരു കുടുംബം വേണം. അത്രേ ഉള്ളൂ. അപ്പോ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതമായ സ്ഥിതിക്ക് എന്താ അടുത്ത പരിപാടി? ഊണ് കഴിച്ചാലോ? ഓ, ഇതൊക്കെ എങ്ങോട്ട് പോണു? അപ്പൊ അങ്ങോട്ട് തീരുമാനിക്കാം. ഈ 10-ാം തീയതി മനസ്സമ്മതം, 20-ാം തീയതി പുണ്യാളന്റെ ദിവസം കല്യാണം. എന്താ? ആയിക്കോട്ടെ. അല്ല ഈ 20-ാം തീയതി എന്ന് പറയുമ്പോ എത്രാം തീയതി ആയിട്ട് ഒരു വെച്ചോ? പോകാം. അങ്ങനെ അങ്ങ് പോയാലോ? ഊണ് കഴിക്കണ്ടേ? 9946995386 വിളിക്കോ? ഇവരുടെ മനസ്സമ്മതം കൂടാനാ ഇപ്പൊ കൂട്ടുകാരൊക്കെ വീണ്ടും ഹരിഹർ നഗറിലേക്ക് വരുന്നത്. എന്നെ ഓർക്കുന്നുണ്ടോ സാർമാര്? ഗോവിന്ദൻകുട്ടി സാറിന്റെ വീട്ടിലെ പഴയ ഗോപി. പിന്നെ നല്ല ബെസ്റ്റ് ടൈം അല്ലേ? നിങ്ങളെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലേക്ക് സാറും കൂടെ വരാനിരുന്നോ? സാറ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാ വീട് വൃത്തിയാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്ന ജാനു വന്നത്. സാറ് തന്നെ കൂടെ നിന്ന് ജോലി ചെയ്യിച്ചില്ലെങ്കിൽ വൃത്തിയായില്ലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് സാർ അവിടെ തന്നെ നിന്നു. ഈ വീട് വൃത്തിയാക്കാൻ വന്ന ജാനുവിന് ഇത് എത്ര വയസ്സ് കാണും? ഒരു 33 കാണും. വൃത്തികേടായില്ലെങ്കിൽ ഭാഗ്യം. അപ്പുകുട്ടാ, നിനക്ക് സുഖമാണല്ലോ അല്ലേടാ? പിന്നെ നടുവും തല്ലി വീണ നല്ല സുഖമല്ലേ? ഇങ്ങനെ കിടന്നാലെങ്ങനെ? എഴുന്നേക്ക്. എഴുന്നേറ്റ് മാറണം അങ്ങോട്ട്. നീ വിഷമിക്കണ്ട, എനിക്കൊന്നും പറ്റില്ല. ഐ എം ഓൾ റൈറ്റ്. നോക്ക്. ഒന്ന് പോടാ അവിടെ. മഹാദേവ, ഓവറാക്കരുത്. എത്ര കാലമായടാ? വിശേഷങ്ങൾ പറ. എവിടെ സുലു മോളും ഒക്കെ? അവരും കണ്ണൂരാ. അത് വിട്. വിശേഷം പറയാൻ തുടങ്ങിയ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയപ്പോ മുതൽ വിശേഷങ്ങളാ അല്ലേടാ? ആ എയർപോർട്ട് പൊളിച്ചടുക്കി. വാ അകത്തേക്ക് വാ. അത് പോട്ടെ, ജാനു എവിടെ? ജാനു? അതെ, ജാനു എവിടെ? ചോദിച്ചത് കേട്ടില്ലേ? വീട് വൃത്തിയാക്കാൻ വന്ന 33 വയസ്സുള്ള ജാനു എവിടെയെന്ന്. അതെ, അവൾ ഒട്ടും പോരാ, വൃത്തിയാവുന്നില്ല. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കുന്ന തന്നെയല്ലേ നല്ലത്. ഞാൻ അവളെ പറഞ്ഞു വിട്ടു. നമ്മൾ ലേറ്റായി പോയടേ. 11:30 മനസ്സമ്മതം. ഓ അയ്യോ, സമയത്രേ. വാ, പെട്ടെന്ന് റെഡിയാവാം. നമ്മളിന്ന് വരുന്ന വിവരം അവൻ അറിയാവോ? ഇല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോ അവനൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അത് നല്ലതാ. ആർക്കാ? പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ വരുന്നതെന്ന് അവനെ വിളിച്ച് പറഞ്ഞേക്കാം. ഒരു
ഒരു മാറ്റമില്ലല്ലോ ഇവന്. അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ആ, ഞാൻ പോവാ. നിക്ക് നിക്ക്, നീ പോലെ വാ. ബുദ്ധി ഇല്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടടേ. ഇവൻ ആരുടെ കാര്യം പറയണേ? കേരളത്ത് ജസീന്ത, ഈ നിൽക്കുന്ന തോമസ് ഫിലിപ്പിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. നിന്നെ മനസ്സമ്മതം കഴിഞ്ഞിട്ടാണോ ഫുഡ്? വായടക്കാൻ പറയട്ടെ. ഇങ്ങോട്ട് വാ നീ. തോമസ് ഫിലിപ്പ്, ഈ നിൽക്കുന്ന ജസീന്തയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണോ? അല്ല സമ്മതമല്ലേ? അല്ല അതല്ല. അല്ലേ? എടോ, സമ്മതമാണോ അല്ലേ? സമ്മതമാണ്. ഏ? നശിപ്പിച്ച്. കുഴപ്പമായ നീ എന്തിനാണ് സമ്മതമാണെന്ന് പറയാൻ പോയത്? സമ്മതമല്ല. എന്താ ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ? അല്ല, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല, പക്ഷെ അവന് സമ്മതമാണ്. പറഞ്ഞ തിരിഞ്ഞു പോയാ. എടോ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. സമ്മതമാണ്. ഇപ്പൊ ശരിയായില്ലേ? ഇതാ പിന്നെയും വന്നു. അതെ, എന്താ പരിപാടി? അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ. അതെ, ഇന്ന് 10, 20-ാം തീയതി ഞങ്ങളുടെ കുടുംബങ്ങൾ എത്തുന്നു. കല്യാണം കഴിഞ്ഞ് നിന്നെയും നിന്റെ ഭാര്യയും ഫസ്റ്റ് നൈറ്റിന് വിട്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരുടെ കൂടെ ലാസ്റ്റ് നൈറ്റിന് പോകുന്നു. എന്തോന്ന്? സോറി, ലാസ്റ്റ് ഫ്ലൈറ്റിന് പോകുന്നു അല്ലേ? അതല്ല, ഇനി എന്താ ഉദ്ദേശമെന്ന്. ഈ 10 ദിവസം ചുമ്മാ ചാപ്പാട് വലിച്ച് വൈകുന്നേരം അങ്ങനെ കുട്ടികൾ അമ്മിഞ്ഞാൻ നുണയുന്ന മാതിരി ഇതും കഴിച്ചോണ്ട് ഇവിടെ കുത്തിയിരുന്നാ മതിയോ? ചില അപ്പാപ്പന്മാരെ പോലെ. അല്ല, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് പെണ്ണും പെരുങ്ങനൊക്കെ ആയി കഴിയുമ്പോ എല്ലാവരും തന്നെ അങ്ങ് തീരുമാനിക്കും കിളവന്മാരായെന്ന്. പിന്നെ പോക്ക ഒരുമാതിരി വളഞ്ഞൊടിഞ്ഞ് മനസ്സും ചത്ത് ഇതാ ഇരിക്കണം കണ്ടില്ലേ? എന്താ നുണയുന്നില്ലേ? നുണയേ വെക്കടാ അവിടെ. കോപ്പ്. അല്ല, കല്യാണം കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം കുറിച്ചൊന്നും വേണ്ടാന്ന് വെച്ചിരുന്നത്. ആ വികാരി ചില സുഖേടാ നാശം. ഞാനിത് ഒഴിയാൻ പോവാ. എന്ത്? ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ പോവാണെന്ന്. ദേ, വിവരക്കേട് പറഞ്ഞാലുണ്ടല്ലോ ആട്ടിച്ചെന്നിട്ട് നിക്ക്, അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. എന്ത് കാര്യം? കല്യാണം ഒഴിയണമെന്നോ? അതല്ല, ഈ കുടുംബവും കുട്ടികളും ഒക്കെ ആയപ്പോ നമ്മളൊക്കെ അങ്ങ് സീരിയസ് ആയി. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നതാണ് നല്ലത്. നീ എന്താ ഈ പറയുന്നത്? ഇവൻ അങ്ങനെ പല വിവരക്കേടും പറയും. നമ്മൾ എന്തിനാ വന്നത്? കുറച്ച് ദിവസം പഴയതുപോലെ ഒന്ന് കൂടാൻ. കൂടാൻ അല്ലേ? എന്നാ ഞാൻ പറയുന്നു, നമ്മൾ കൂടുകയല്ല വേണ്ടത്. കൂടുകയല്ലാണ്ട് പിന്നെ കുറയാനാ? എക്സാക്ട്ലി, കുറയണം. ഈ 10 ദിവസം കൊണ്ട് നമ്മൾ 10 വയസ്സ് കുറയണം. എന്നുവെച്ചാ എന്ന് വെച്ചാ 10 കൊല്ലം നമ്മൾ പുറകോട്ട് നടക്കണം. അയ്യോ, അതൊക്കെ റിസ്ക് അല്ലേ? അല്ലേ? ഒന്ന് മിണ്ടാതിരിക്കടാ. ഇനി ഈ 10 ദിവസം നമ്മൾ ഫ്രീ ബേർഡ്സ് ആണ്, ബാച്ചിലേഴ്സ് ആണ്. ഈ നിമിഷം മുതൽ ഹരിഹർ നഗറിലെ പഴയ മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുക്കുട്ടനും തോമസ് കുട്ടിയെക്കാട്ട് മാറണം. നമ്മൾ അടിച്ചു പൊളിക്കണം. പഴയ പോലെ നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ നടക്കുവോ? എന്താ നടക്കാത്തത്? വെറും 10 വയസ്സ് കുറയണമെന്നല്ലേ അവൻ പറയുന്നുള്ളൂ. നിനക്ക് പിന്നെ അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല, എനിക്ക് ഓൾറെഡി 10 വയസ്സ് കുറവാണ്. അതെ, ബുദ്ധിപരമായിട്ട്. എടാ പോത്തെ, ഈ ലോകത്ത് മുകളിലേക്ക് പോയാൽ താഴേക്ക് വരാത്ത ഒരൊറ്റ സാധനമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അറിയാം, റോക്കറ്റ് അല്ലേ? മഴയാണോ? എടാ പ്രായം. ശരിയാ, പ്രായം ഇനി താഴേക്ക് വരില്ല. നമ്മളെ നിയന്ത്രിക്കുന്നത് പക്ഷെ പ്രായമല്ല, വർഷങ്ങളുമല്ല, മനസ്സാണ്. മനസ്സ് വെച്ചാൽ നടക്കാത്തായിട്ട് ഒന്നുമില്ലടാ. അതെ, ഉദാഹരണത്തിന് ഇന്ന് അവൻ മനസ്സ് വെച്ചപ്പോ എന്റെ മനസ്സമ്മതം നടന്നില്ലേ? അപ്പൊ കുട്ടാ പ്ലീസ്. എന്തിനാ പ്ലീസ്? വേണമെങ്കിൽ പറഞ്ഞാ പോരെ. തലവേദന ഉണ്ടെങ്കിൽ കഴിക്കണ്ട. നീ പറ. ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ഒരു ചെറിയ കല്ലെടുത്തെറിയും. വലിയ കല്ലെറിയുന്നു. നശിപ്പിച്ച് ഓടുമെന്ന് പറയടാ. ഓടും. ഓടും. ഒരാന കുത്താൻ വന്നാലോ? തുമ്പിക്കൈ മിണ്ടരുത്. നീ പറ. ഓടും എന്ന് പറയണമായിരിക്കും. അവന്റെ ഒരു ആനയും പട്ടിയും. ക്ലാസ് എടുക്കാതെ കാര്യം പറടാ. സോറി, ഗ്ലാസ് എടുത്തതിന് ഞാൻ ഒറ്റ ഇടി. പ്രശ്നങ്ങൾ വരുമ്പോൾ തിരിഞ്ഞോടരുത്, നേരിടണം. ഇപ്പൊ ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നു എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ നേരിടുമ്പോ നമ്മുടെ പ്രായം കുറയും, ചെറുപ്പമാവും. അതിന് ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമില്ല, പ്രശ്നം നമ്മൾ ഉണ്ടാക്കും. ഇവിടെയല്ല, റെസ്റ്റോറന്റ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? പറയാം.
ഇപ്പൊ നമ്മൾ ഇവിടെ കഴിച്ച മദ്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും ബില്ല് പേ ചെയ്യാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇല്ല. ഉണ്ട്, ഇവന്റെ കയ്യിലുണ്ട്. ഉണ്ട്, പക്ഷെ ഇല്ല എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. നിവർത്തിയില്ല, നമ്മൾ ഇവിടെ ഇറങ്ങി ഓടുന്നു. എന്ത് സങ്കല്പിച്ചാ മതി. ദാ പോടാ. ശരിക്കും ഓടണം. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഓടണം. സാർ ഇസ് എവറിത്തിങ് ഓക്കെ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഓടാൻ പറ്റിയ സ്ഥലം ഓടാൻ ജോഗിങ്ങിന് വരാനാ? ഇവിടെ തന്നെ ഉണ്ട് സാർ. ഓക്കെ ഓക്കെ ശരി. എന്തിന് ജോഗി? മിണ്ടരുത്. ഡേ അതൊക്കെ വലിയ കുഴപ്പമാവും. കുഴപ്പമാവണം. കുഴപ്പമുണ്ടാവുമ്പം അവിടെ ചെറുപ്പം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇടാ നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇതൊക്കെ വലിയ റിസ്ക് ആണ്. അവരൊക്കെ കൂടെ ഓടിച്ചിട്ട് പിടിക്കും, പോലീസിനെ വിളിക്കും, പിന്നെ പത്രത്തിൽ വരും, ഉടുക്ക നാണക്കേടാവും. നാണക്കേടാവും നമുക്കല്ല, ഈ ഹോട്ടൽ മാനേജ്മെന്റിന്. അവന്മാര് നമ്മളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. ബെറർ, ബില്ല്. പണം കൊടുക്കാതെ പോയാലല്ലേ കുഴപ്പമുള്ളൂ. സാറേ ബില്ല് നോ താങ്ക്സ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എത്രയായി? 7420 രൂപ. കുറഞ്ഞു പോയി. എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ? ഓ ദാ 8000 ഉണ്ട്. ഓ. ബാക്കി താൻ വെച്ചു. ഇനി വന്നേ. ഇപ്പൊ ഇത് കൗണ്ടറിൽ കൊടുക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താ മതി. അതെന്താ സാർ? ചിലപ്പോ ഓരോ സ്മോളൂടെ ആവശ്യം വരും. ഓക്കെ, ഇനി ഓടാവല്ലേ. അവർ ഓട്ടിച്ചിട്ട് പിടിക്കട്ടെ. ഇനി ഏത് പത്രക്കാരാ എഴുതാൻ പോകുന്നത്? ഏത് മാനേജ്മെന്റ് മാപ്പ് പറയാതിരിക്കുന്നു? ഓക്കെ, തുടങ്ങാം. തോമസ് കുട്ടി ഓക്കെ? ഓക്കെ. അപ്പുക്കുട്ട ഡബിൾ ഓക്കെ. അയ്യോ, ബില്ലടയ്ക്കാൻ ഞാൻ പേഴ്സ് എടുത്തില്ല കേട്ടോ. നീ എടുത്തായിരുന്നോ? അയ്യോ ഞാൻ എടുത്തില്ല. നീ എടുത്തായിരുന്നോ? ഞാനും എടുത്തില്ല. നീ എടുത്തായിരുന്നോ? ഞാനും പേഴ്സ് എടുത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ ആരും പേഴ്സ് എടുത്തില്ല കേട്ടോ. നമുക്ക് നാളെ കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞാലോ? എന്തിന് ഇവന്മാരില്ല മണ്ടന്മാരാ, നമുക്ക് ആരും അറിയാതെ അങ്ങ് പോവാം. ഓ ഓ ഓ. റെഡി, 1 2 3 പിടിയിടാ അവന്മാരെ. 4 പോയി പിടിയിടാ അവന്മാരെ. എന്ത് വേണേലും അയ്യോ, രക്ഷപ്പെട്ടു. കിട്ടി കിട്ടി, മുണ്ട് കിട്ടി. ഓവർ. ആ പുറത്തുനിന്ന് പറഞ്ഞേ. What's this? Hey.